ഹലോ ഗൈസ്, അപ്പം നമ്മളൊരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ടൈം ഏകദേശം ഒരു 3:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലി മൊത്തം ഉണ്ട്. അപ്പോൾ ഇതാണ് ഫാമിലി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ കോഴിക്കോട് എത്താനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ബസ് സ്റ്റാൻഡിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ലച്ചുട്ടി. ഹായ്. അപ്പോൾ ഇതാണ് നമുക്ക് പോകേണ്ട ബസ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഉല്ലാസയാത്രയായിട്ട് നമ്മൾ KSRTCയിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ KSRTC ബസ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മൈസൂർ യാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടൈം ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ട്. 4:30 എടുക്കേണ്ട വണ്ടിയാണ്. ഇപ്പോൾ 1/2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ 5 മണിക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. എല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ KSRTCയിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ത്രില്ലിലാണ് കേട്ടോ നമ്മൾ. അപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പുറമെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നിറഞ്ഞ ഒരു തന്നെയാണ് മൈസൂർ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നിശ്ചയമൊക്കെ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. പാർക്കിൽ പോകണം, സൂവിൽ പോകണം. പിന്നെ എവിടേക്ക് പോകണ്ടേ? എവിടേക്ക് പോകണ്ടേ? നമുക്ക് മൃഗങ്ങളൊക്കെ കാണണ്ടേ? പാലസും പോകണം, കടുവേനെ കാണണം. കാണുവാൻ പോലും അനുവാദമില്ലെന്ന് നമ്മൾ ഈ റൈറ്റ് സൈഡ് കാണുന്ന കേട്ടോ വ്യൂ പോയിന്റ്, ലക്കിടി വ്യൂ പോയിന്റ് ആണ് ഈ റൈറ്റ് സൈഡ് കാണുന്ന കേട്ടോ. ഈ വലത് ഭാഗത്തുള്ളത് സാഹിബിനെ ഈ ചുരം കണ്ടുപിടിക്കാൻ സഹായിച്ച ആളാണ് വധിക്കുക ചെയ്തത്, അതിന്റെ കരുത്തെടുക്കാൻ വേണ്ടി. അങ്ങനെ ഇവിടെ ഒരു പ്രേതസങ്കല്പമൊക്കെ ഉണ്ടായിരുന്നു. അതിന് എന്തോ ചെയ്ത് കർമ്മം ചെയ്ത് ചങ്ങലയിൽ ബന്ധിച്ചു എന്നാണ് സങ്കല്പം. ആ ചങ്ങല മരം എന്ന് പറയുന്ന മരമാണ് കാണുന്നത്. ആ ചങ്ങല കാണുന്നത് ഇവിടെ ഒന്ന് കിടക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല വൈബിലാണ് കേട്ടോ. പാട്ടും ഡാൻസൊക്കെ ആയിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ ബസ്സിൽ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല ഗായകരായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ചീറബിളായിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഏകദേശം വയനാടൊക്കെ എത്തിയപ്പോഴത്തേക്ക് നല്ല കൊടും തണുപ്പാണ് കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല വൈബും മോഡലാണ് ഇപ്പോൾ എല്ലാവരും. ഗൈസ്, അപ്പോൾ നമ്മൾ സുൽത്താൻ ബത്തേരി എത്തിയിരിക്കുകയാണ് കേട്ടോ. ചെറിയൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അതും കർണാടക കാടുകളിലൂടെ ഉള്ള യാത്രയാണ്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപാട് വന്യമൃഗങ്ങളെ നമുക്ക് കാണാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ കർണാടക കാടുകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മുടെ യാത്രയുടെ അവസാനം നമ്മൾ മൈസൂർ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സുഗവാ ബേർഡ് സാങ്ച്വറിയിലാണ് നമ്മളിന്ന് ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി പക്ഷികളുടെ സങ്കേതമാണ് ഈ ഒരു സുഗവാ ബേർഡ് സാങ്ച്വറിയിലുള്ളത് കേട്ടോ. ഒരുപാട് കളക്ഷനുകളാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്കുള്ള പ്രവേശനം എന്ന് പറയുകയാണെങ്കിൽ തികച്ചും സൗജന്യമാണ് കേട്ടോ. ഒരുപാട് പക്ഷികളാണ് കേട്ടോ. ഒരുപാട് വലിപ്പത്തിലുള്ള പക്ഷികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ബേർഡ് സാങ്ച്വറിയിലുള്ള സന്ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ അതിന് മുൻവശത്തായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം കാണാനിടയായി കേട്ടോ. ഫുള്ള് വൈബ് നിറഞ്ഞിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. അടിപൊളി അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോയത് മൈസൂരിലുള്ള സൂവിലേക്കാണ് കേട്ടോ. ഇതാണ് മൈസൂർ പാലസ്. അപ്പോൾ നമ്മൾ മൈസൂർ സൂ കണ്ടതിന് ശേഷമാണ് നമ്മൾ പാലസിലേക്കൊക്കെ പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മൈസൂർ സൂവിലെത്തിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇതാണ് മൈസൂർ സൂ വരുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ സൂവിലേക്കുള്ള പാസ് എടുക്കാനുള്ള തിരക്കിലാണ്, ക്യൂവിലാണ്.
അപ്പോൾ സൂ കണ്ടതിന് ശേഷം അടുത്ത പ്ലേസ് ആയിട്ടുള്ള ഫിലോമിനാസ് ചർച്ചിലാണ് പിന്നീട് പോയത് കേട്ടോ. 1936 ഇത് ഓപ്പൺ ചെയ്തത്. ഫുള്ള് വൈബായിട്ടുള്ള ഒരു ചർച്ച് കൂടിയാണിട്ടത്. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങി അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മൈസൂർ പാലസ് കാണാനായിരുന്നു പിന്നീട് പോയത്. അപ്പോൾ ഇതാണ് പാലസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ KSRTC ഉല്ലാസ യാത്ര ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വെറും 1080 രൂപയ്ക്ക് കാലിക്കറ്റ് ടു മൈസൂർ യാത്ര സാധ്യമാകും. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നല്ലൊരു സെൽഫി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ യാത്രയും നല്ല അനുഭവങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.